ഇത് പ്രകൃതി ദുരന്തമല്ല. മണ്ണ് കൂട്ടിയിട്ടതും അത് സമയബന്ധിതമായി മാറ്റാത്തതുമാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് ചില ഉന്നതരായ ഉദ്യോഗസ്ഥരും മന്ത്രിയും മുഖ്യമന്ത്രി തന്നെയും ഒക്കെ വ്യക്തമാക്കുന്ന നിലയാണ് കാണാൻ കഴിഞ്ഞത്. ഇത്തരമൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നും മഴക്കാലം മഴ രൂക്ഷമായാൽ മണ്ണിടിച്ചിലിന് വഴിവെക്കുമെന്നും 2 ആഴ്ച മുൻപ് തന്നെ യോഗങ്ങളിൽ വിലയിരുത്തിയിട്ടും സർക്കാർ തലത്തിൽ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല എന്നാണ് കാണേണ്ടത്. ഇത് വീഴ്ചയും കുറ്റകരമായ അനാസ്ഥയുമാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൻ്റെ കാര്യത്തിൽ ഏതുതരം വീഴ്ചകളാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ പ്രാപ്തരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, സാങ്കേതിക വിദഗ്ധരെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇതിൻ്റെ ഭാഗമായി നടക്കുക എന്നത് പ്രധാനമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിൽ ആളുകളെ, ജനങ്ങളെ, നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഗുണകരമായിരിക്കില്ല. അത് ചില ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നടക്കുന്നുവെന്നാണ് കാണുന്നത്. വസ്തുതകൾ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇവിടുത്തെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക അനുമതി ലഭ്യമായതിനെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പ്രസ്താവിച്ച കാര്യം. തെറ്റായ വസ്തുതകളാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതായി കണ്ടത്.